ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് ഏറുന്നൊരു സാഹചര്യമാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേർന്നുണ്ട്. കിരൺ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഒരു ആശ്വാസകരമായ ഒരു സാഹചര്യമാണെങ്കിൽ കൂടി വീണ്ടും തിരക്ക് പെട്ടെന്ന് വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, സന്നിധാനത്തേക്കുള്ള ഭക്തജനപ്രവാഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 66,000-ലധികം അയ്യപ്പന്മാരാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിരിക്കുന്നത്. നേരത്തെ, അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ഷേത്രനട അടച്ചതാണ്. പിന്നീട് 3 മണിയോടുകൂടി നട തുറന്നു. നട തുറന്നതിന് ശേഷവും ഇപ്പോഴും ഈ തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 5000 എന്ന കണക്കിലാണ് അയ്യപ്പന്മാരെ 18-ാം പടി ചവിട്ടി കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ക്ഷേത്രനട അടഞ്ഞ സമയത്ത് 18-ാം പടി ചവിട്ടിയെത്തിയ അയ്യപ്പന്മാരുണ്ട്. ഇവർ കൂടി ഇപ്പോൾ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദർശനത്തിനുള്ള സമയം കൂടുതലായി വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നേരത്തെ ഈ ക്യൂ നീലിമല വരെ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ അയ്യപ്പന്മാരെ ശബരിപീഠം മുതലായിരുന്നു പോലീസ് നിയന്ത്രിച്ചിരുന്നത്. ഈ നിയന്ത്രണത്തെ തുടർന്ന് പിന്നീട് അയ്യപ്പന്മാരുടെ ക്യൂ അത് നീലിമല വരെ നീളുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല, മണിക്കൂറുകളോളം ഈ മരക്കൂട്ടത്ത് അവിടെയുള്ള ക്യൂ കോംപ്ലക്സിൽ തടഞ്ഞിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 2 മണിക്കൂറിലധികമാണ് ഓരോ ബാച്ചായിട്ട് എത്തുന്ന അയ്യപ്പന്മാരെ അവിടെ തടഞ്ഞു വെക്കുന്നത്. ഇവിടെ നിന്നും ഓരോ ഘട്ടം ഘട്ടമായിട്ട് മാത്രമാണ് പിന്നീട് അയ്യപ്പന്മാർക്ക് മല ചവിട്ടി 18-ാം പടിയിലേക്ക് എത്താനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നത്. ഏതായാലും ഈ ഭക്തജന തിരക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പമ്പയ്ക്ക് അപ്പുറം ഈ നിലക്കൽ മുതലുള്ള ഭക്തജനങ്ങളുടെ വാഹനങ്ങളും തടയുന്നുണ്ട്. നിലക്കലിൽ നിന്ന് വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് പമ്പയിലേക്ക് കടത്തിവിടുന്നത്. കൂടാതെ ഈ സന്നിധാനത്ത് ദർശനം കഴിഞ്ഞ അയ്യപ്പന്മാരെ ഇവരോട് ദർശനത്തിന് ശേഷം ഉടനെ തന്നെ മലയിറങ്ങണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് പ്രധാനമായിട്ടും പോലീസും ദേവസ്വം ബോർഡും മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇന്ന് ഒരു അവധി ദിവസമാണ്. ഇന്നലെയും 1 ലക്ഷത്തിൽ കടന്ന് അയ്യപ്പന്മാർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ഇന്നും 1 ലക്ഷത്തിലധികം പേർ ശബരിമല മല ചവിട്ടി 18-ാം പടി ചവിട്ടും എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് ദേവസ്വം ബോർഡ് എത്തുന്നത്. ഇപ്പോൾ 4 മണിയാകുമ്പോൾ തന്നെ 60,000-ലധികം പേരാണ് ക്ഷേത്ര 18-ാം പടി ചവിട്ടുന്നത്. ഇനിയും മണിക്കൂറുകളുണ്ട്. 11 മണി വരെ, ഹരിവരാസനം വരെ, ആ സമയം വരെ ക്ഷേത്ര നട തുറന്നിരിക്കും. കൂടാതെയും 18-ാം പടി ചവിട്ടൽ അത് ക്ഷേത്ര നട അടച്ചു കഴിഞ്ഞാലും വീണ്ടും തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നും 1 ലക്ഷത്തിൽ കൂടുതൽ അയ്യപ്പന്മാർ 18-ാം പടി ചവിട്ടി ശബരിമലയിൽ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പമ്പ വഴി മാത്രമല്ല അയ്യപ്പന്മാർ മലയിലേക്ക് എത്തുന്നത്. കൂടാതെ ഈ പരമ്പരാഗത കാനനപാതയായിട്ടുള്ള പുല്ലുമേട് വഴിയും അയ്യപ്പന്മാരെത്തുന്നുണ്ട്. ഇന്നലെ 5800-ഓളം അയ്യപ്പന്മാരാണ് ഈ കാനനപാത വഴി എത്തിയത്. എന്നാൽ ഇന്നത്തെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് 6000-ലേക്ക് കൂടി ഈ സംഖ്യ ഉയരും എന്നുള്ളൊരു കാര്യമാണ്. ഇവർ കൂടി എത്തുന്നതോടുകൂടിയാണ് സന്നിധാനത്ത് വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നത്. പമ്പ വഴി മാത്രമല്ല, ഈ പുല്ലുമേട് വഴി കൂടി എത്തുന്ന അയ്യപ്പന്മാർ ഇവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് ശബരിമലയിലെ സന്നിധാനത്തെ ഭക്തജന തിരക്ക് വർദ്ധിച്ചു എന്നുള്ളൊരു കാര്യമാണ് പോലീസും വ്യക്തമാക്കുന്നത്. പോലീസ് അറിയിച്ചത് അനുസരിച്ചാണെങ്കിൽ നിലവിലിപ്പോൾ സന്നിധാനത്ത് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്തേക്ക് അയ്യപ്പന്മാർ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. വിഷ്ണു, കിരൺ, ഇത്തരത്തിൽ മണിക്കൂറുകളോളം വരിയിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവർക്ക് കൃത്യമായി കുടിവെള്ളവും മറ്റും ലഭ്യമാക്കുന്നുണ്ടോ? അത്തരത്തിൽ ഒരുപക്ഷെ ഈ ഭക്തരുടെ പ്രതികരണങ്ങൾ നമുക്ക് അത്തരത്തിൽ ലഭ്യമാകുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? വിഷ്ണു, നേരത്തെ എല്ലാം തന്നെ ഭക്തർ ഈ കാര്യങ്ങളിൽ പ്രതികരിച്ചിരുന്നതാണ്. അവർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. എന്നാലും വൃത്തിഹീനമായ ചില സാഹചര്യങ്ങളിൽ എവിടെയുള്ള ഈ കമ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ വൃത്തിഹീനമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇവർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വെള്ളവും ബിസ്ക്കറ്റും അയ്യപ്പന്മാർക്ക് വേണ്ടി പോലീസും ദേവസ്വം ബോർഡും നൽകി വരുന്നുണ്ട്. ഏതായാലും ഈ ഭക്തരോടൊക്കെ തന്നെ ഇവരുടെ പ്രതികരണങ്ങൾ ചോദിക്കാൻ. ചേട്ടാ, നിങ്ങൾ എത്ര മണിക്കൂറായി ക്യൂവിൽ നിൽക്കുന്നത്? நைட்டு 3 மணிலேருந்து 3 மணிலேருந்து நலக்கல் கிட்ட எரிமேலியே 5 ஹவர்ஸ் வெயிட்டிங். அப்புறம் வந்து நலக்கல்னு ஒரு 5 ஹவர்ஸ். இங்கே வந்து ஸ்டார்டிங் ஒரு 3 ஹவர்ஸ். அங்கே பம்பா கிட்ட 3 ஹவர்ஸ் கண்டிப்பாக. கன்னிமூல பவனை பார்க்குற வரைக்கும் ஒரு 3 ஹவர்ஸ். 18 வருஷத்தில் இது மாதிரி ஒரு சாதனையை பார்த்ததில்ல. ரொம்ப ஃப்ரீயாக வந்துட்டு ஃப்ரீயாக போவான். இந்த வருஷம் மட்டும்தான் ரொம்ப கஷ்டம். 15 ஹவர்ஸ்க்கு மேலே ஆயிடுச்சு. இங்கே காலையிலேருந்து வெயிட்டிங். 4 மணிக்கு வந்தோம்.
വിഷ്ണു, ഈ ഭക്തർ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ഇങ്ങോട്ട് എത്തിയാൽ മാത്രം പോരാ, നിലക്കൽ കഴിഞ്ഞാലും ഈ ക്യൂ ഇവർ നേരിടേണ്ടി വരികയാണ്. ഇതിന് ശേഷമാണ് മണിക്കൂറുകളോളം ക്യൂവിന് ശേഷം പമ്പ കടന്നെത്തിക്കഴിയുമ്പോൾ വീണ്ടും ക്യൂവിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണ്. സ്വാമി, കുറെ നേരമായോ ക്യൂവില്? சுவாமி நாங்கள் நேற்றுக்கு சாயந்தரம் 14 மணிக்கு வந்தோம். இப்போதான் சுவாமி ഇന്നലെ രാവിലെ വന്നു. ഇന്നലെ രാവിലെ 4 o'clock വന്നു. പിന്നെ ദർശനം കാണാൻ സമയം കിട്ടി ആയി. ഈ പിന്നെ സമയം ആണ് ഇപ്പോൾ 9 o'clock ആയി. വിഷ്ണു, ഏതായാലും ഈ അയ്യപ്പന്മാർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മണിക്കൂറുകളും തന്നെ വേണ്ടി വരുന്നുണ്ട് ദർശനത്തിന്. ഈ വാഹനങ്ങളിൽ തന്നെ ഇവർ വരുന്ന വഴിക്ക് എരുമേലിയിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നത് വളരെ ഘട്ടം ഘട്ടമായിട്ട് മാത്രമാണ്. അതുകൊണ്ട് മണിക്കൂറുകളോളം വാഹനങ്ങളിൽ ക്യൂ കിടക്കേണ്ടി വരുന്നു. പിന്നീട് പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും കാൽനടയായിട്ട് ഈ കാനനപാതയിലും മണിക്കൂറുകളോളം ക്യൂവിലേക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് എത്തുന്നത്. മാത്രവുമല്ല, 18ാം പടി ചവിട്ടി എത്തിക്കഴിയുമ്പോൾ ക്ഷേത്രനട അടച്ച സാഹചര്യത്തിലാണെങ്കിൽ വീണ്ടും ദർശനത്തിനായിട്ട് ക്യൂ ഒന്നുകൂടി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം. ഇത്തരത്തിൽ വളരെ ദുരിതം നിറഞ്ഞ ഒരു മണ്ഡലകാലം കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇത്തരം സാഹചര്യം തന്നെയാണ്. 1 ലക്ഷത്തിലധികം തീർത്ഥാടകരെത്തുന്ന ഒരു സമയത്ത് പോലും വേണ്ട രീതിയിൽ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അന്ന് വലിയ വിമർശനങ്ങൾ ഉയരുകയും പിന്നീട് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും വീണ്ടും ഇത്തരം സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. തിരക്ക് വർദ്ധിക്കുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഉയരുന്നത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. ശബരിമല സന്നിധാനത്ത് തിരക്കേറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.